കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. മൂന്നാം തവണയാണ് പി കെ ബിജുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി ചരിത്രം സൃഷ്ടിക്കുമെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന തനിക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടക്കട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ. അണുബാധയെ തുടർന്ന് യുവതി മരിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കെതിരെ വ്യാപക പരാതി. പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ തുടരുമ്പോഴും ആശുപത്രി അധികൃതർക്ക് നിസ്സംഗത. പുതുക്കാട് പാഴായി പാലക്കാട് പാലത്തിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിഞ്ചേരി സ്വദേശി അകത്തേപ്പറമ്പിൽ വിഷ്ണുവാണ് മരിച്ചത്. ദേശീയപാത നടത്തറയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് പരിക്ക്. പാമ്പാടിയിലെ മദ്യനിർമ്മാണശാല അടച്ചുപൂട്ടി. കഴിഞ്ഞ മാസം 22-നാണ് പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിൽ ലേ ഓഫ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 80 രൂപ വർദ്ധിച്ച് 52,960 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,620 രൂപയാണ് ഇന്നത്തെ വില. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ ഇഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു. മൂന്നാം തവണയാണ് പി കെ ബിജുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഈ മാസം 4-നും 8-നുമാണ് പി കെ ബിജുവിനെ ഇഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി പി കെ ബിജുവിന് പണമിടപാടുണ്ടായിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലുമായി കഴിഞ്ഞ 2 തവണയും പി കെ ബിജു സഹകരിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെയും പി കെ ബിജുവിനൊപ്പം ചോദ്യം ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി ചരിത്രം സൃഷ്ടിക്കുമെന്ന കേന്ദ്രമന്ത്രിയും എൻഡിഎ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന തനിക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടക്കട്ടെയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും തനിക്കില്ല. ബിജെപി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനാണ് എൽഡിഎഫും യുഡിഎഫും ശ്രമിക്കുന്നത്. എൽഡിഎഫിനെയും യുഡിഎഫിനെയും ജനം മടുത്തു. ഒരു വികസനവും അവർ ചെയ്തിട്ടില്ല. കേരള സർക്കാരിന് വികസനങ്ങളൊന്നും പറയാനില്ലെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. തിരുവനന്തപുരത്തൊരു മാറ്റം, കേരളത്തിലൊരു മാറ്റം ജനങ്ങൾക്ക് വേണം. ആ മാറ്റം ഈ ഇലക്ഷനിൽ കാണും എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്, എൻ്റെ ഒരു അപേക്ഷ. തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഒരു വാദപ്രതിവാദങ്ങളും വലിയ ഫൈറ്റാണല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. അത് ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത പണിയും വികസനവും പുരോഗതി ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇവിടെ മാത്രം നമ്മുടെ കേരളയിൽ ആ ഒരു പഴയ UDF LDFിൻ്റെ ഒരു രാഷ്ട്രീയവും, നമ്മളിപ്പോൾ വികസനവും പുരോഗതിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഓരോരോ ഇൻകോൺസിക്വൻഷ്യൽ ഇഷ്യൂസും പേഴ്സണൽ അറ്റാക്കും ചെയ്ത് ഒരു രാഷ്ട്രീയമാണ് കാണുന്നത്. ജില്ലയിൽ ഉൾപ്പെടുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന അവകാശവാദവുമായി മുന്നണി നേതാക്കൾ രംഗത്ത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പോരിന്റെ പൂരമെന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുന്നണി നേതാക്കളായ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, LDF കൺവീനർ KV അബ്ദുൽ ഖാദർ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവർ. രാജ്യം കഴിഞ്ഞ 10 വർഷമായി അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സമ്പൂർണ്ണമായ പരാജയപ്പെട്ട സർക്കാരായി കേന്ദ്രം മാറിയെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കൊടകര കുഴൽപ്പണ കേസ് എവിടെയും എത്താത്തത് BJP CPM മന്ത്രധാരയുടെ ഭാഗമാണ്. അഴിമതി നടത്തുകയും അഴിമതിക്കാരെ സംരക്ഷിക്കുകയുമാണ് BJP കാലങ്ങളായി ചെയ്യുന്നത്. 2ാം പിണറായി സർക്കാർ കേരളം കൊള്ളയടിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും സ്ഥാനാർത്ഥിയുടെ മികവ് കോൺഗ്രസിനും UDFിനും അനുകൂലമാണെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ടാണെന്നും 13 മുൻ മുഖ്യമന്ത്രിമാർ BJPക്ക് ചേക്കേറിയ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുകയെന്നും LDF കൺവീനർ KV അബ്ദുൽ ഖാദർ ചോദിച്ചു. കോൺഗ്രസ് BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ്. ഗവർണർ എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തുകയാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി രാഷ്ട്രീയ എതിരാളികളെ വിലയ്ക്ക് വാങ്ങാൻ പ്രയോജനപ്പെടുത്തുകയാണെന്നും അബ്ദുൽ ഖാദർ കുറ്റപ്പെടുത്തി. ഈ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളും NDA മുന്നേറ്റം ഉണ്ടാകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ മോദിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 1 രൂപയുടെ അഴിമതി പോലും ആരോപിക്കാൻ പ്രതിപക്ഷത്തിനായിട്ടില്ല. അഴിമതിക്കാരല്ലാത്ത ആർക്കും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും
ഇടതുപക്ഷ ഭരണകർത്താക്കൾ PP കിറ്റുകളിൽ പോലും അഴിമതി നടത്തിയെന്നും അനീഷ് കുമാർ ആരോപിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് രാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, ട്രഷറർ കെ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നതോടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിക്കൂട്ടിൽ. അണുബാധയെ തുടർന്ന് യുവതി മരണമടയുകയും 2 യുവതികൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. പ്രസവത്തിന് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചന്ദ്രാപിന്നി അലുവത്തെരുവ് കുട്ടോടത്തുപാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തിക ബുധനാഴ്ചയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ യുവതി 4 ദിവസത്തിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ സ്കാനിംഗിൽ ശരീരത്തിനകത്ത് ഗുരുതരമായ നിലയിൽ പഴുപ്പ് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. ശ്വാസകോശം ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു. കൊടുങ്ങല്ലൂർ ആശുപത്രിയിലുണ്ടായ പിഴവാണ് കാർത്തികയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. 2 മാസം മുൻപ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സമാനമായ അവസ്ഥയുണ്ടായി. സിസേറിയന് വിധേയയായ ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ചാരിച്ചെട്ടി വീട്ടിൽ പ്രേംകുമാറിന്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ നിവാസിൽ ആദർശ് ദാസിന്റെ ഭാര്യയുമായ മോനിഷയ്ക്ക് സിസേറിയനെ തുടർന്ന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ 25-ാം തീയതി ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ പറയുന്നു. വേദന അസഹനീയമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. മറ്റൊരു സംഭവത്തിൽ ഇവിടെ സിസേറിയന് വിധേയയായ യുവതി അണുബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തിവരികയാണ്. എറിയാട് കുഞ്ഞുമാക്കാച്ചാലിൽ ഹാരിസന്റെ ഭാര്യ സിൽനയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. സമാനമായ രീതിയിൽ തുടർച്ചയായി പരാതികൾ ഉയർന്നിട്ടും ആശുപത്രി അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന പരാതി ശക്തമാണ്. TCV കൊടുങ്ങല്ലൂർ. പുതുക്കാട് പാഴായി പാലക്കടവ് പാലത്തിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിഞ്ചേരി പീടികമുറി അകത്തേപ്പറമ്പിൽ അശോകൻ മകൻ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഒളരിയിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരനായ വിഷ്ണു സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട പാലത്തിന്റെ കൈവരിയിലിടിച്ച ശേഷം എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ വിഷ്ണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത നടത്തറയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചുകയറി 2 പേർക്ക് പരിക്കേറ്റു. കോട്ടയത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ചങ്ങരംകുളം കാളച്ചാലിൽ ചെറിയ പെരുന്നാൾ ദിനത്തിലുണ്ടായ അപകടത്തിൽ കാറിനകത്ത് കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ പൊന്നാനി ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയത് 2 മണിക്കൂർ നീണ്ട അതിസാഹസികമായ രക്ഷാപ്രവർത്തനം. തിരൂർ സ്വദേശിയായ ഇബ്രാഹിം സഞ്ചരിച്ച ഓൾട്ടോ കാറും ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ഇബ്രാഹിമിനെയുമാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ അയ്യൂബ് ഖാൻ, ഉണ്ണികൃഷ്ണൻ, സുധീർ, PS സന്തോഷ് കുമാർ, ജിജു, കെ രതീഷ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. തിരുവല്ലാമല പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറി കമ്പനിയുടെ പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ മാസം 22-നാണ് പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിൽ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചത്. കമ്പനിയുടെ പ്രവർത്തനം നിലച്ചതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. ലൈസൻസ് പുതുക്കുന്നതിനായുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ലേ ഓഫിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. ഡിസ്റ്റിലറിയിൽ CITU-വിന്റെയും BMS-ന്റെയും സംഘടനയിൽപ്പെട്ട കോൺട്രാക്ട് വർക്കേഴ്സാണുള്ളത്. 300-നടുത്ത് തൊഴിലാളികൾ ഇവിടെ തൊഴിൽ ചെയ്തു വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസ്റ്റിലറി മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടുള്ളതായി തിരുവല്ലാമല പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറി ബ്രൂവറി ആൻഡ് എംപ്ലോയീസ് CITU യൂണിയൻ സെക്രട്ടറി TC ശ്രീമതി പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാപനം മാർച്ച് 22-ാം തീയതി ഞങ്ങൾക്ക് 2 യൂണിയൻ അവിടെ 2 യൂണിയന് കത്ത് നൽകാതെ മാനേജ്മെന്റ് അടച്ചിടുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് കാരണം ചോദിച്ചപ്പോൾ അവിടെ ലൈസൻസ് പുതുക്കിയിട്ടില്ല. അതിനെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. കമ്പനിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അത് കമ്പനി ലേ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ESI, PF തുടങ്ങിയ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് യഥാസമയം വിതരണം ചെയ്യാത്തതിനെതിരായും പരാതികൾ യൂണിയൻ മുഖേന നൽകിയിരുന്നതായും ഇവർ വ്യക്തമാക്കി. ബന്ധപ്പെട്ട അധികാരികൾ സംഭവത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. TCV
ചേലക്കര. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡിൽ. ഇന്ന് പവന് 80 രൂപ വർദ്ധിച്ച് 52,960 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,620 രൂപയാണ് ഇന്നത്തെ വില. ഏപ്രിൽ മാസത്തിൽ മാത്രം പവന് 2,080 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 5 ദിവസമായി തുടർച്ചയായി സ്വർണ്ണവില ഉയരുന്നുണ്ട്. 5 ദിവസത്തിനിടെ ഗ്രാമിന് 205 രൂപയാണ് വർദ്ധിച്ചത്. പവന് 50,000 കടന്ന സ്വർണ്ണവില വൈകാതെ 60,000 പിന്നിടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ആഗോളതലത്തിലുണ്ടായ വർധനവും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതുമാണ് വിലയിൽ പ്രതിഫലിക്കുന്നത്. കുന്നംകുളം ചിറ്റഞ്ഞൂർ സ്കൂളിന് സമീപത്തെ പാടത്തു നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തി. മാനസിക സ്വാസ്ഥ്യമുള്ള യുവാവ് ഇത് സ്കൂളിന് സമീപത്തേക്ക് എത്തിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ മാല കവർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. വടക്കാഞ്ചേരി സ്വദേശി വടക്കേക്കര വീട്ടിൽ ബിജുവാണ് പിടിയിലായത്. പുത്തമ്പള്ളി വാര്യത്ത് മനോഹരന്റെ ഭാര്യ നിർമ്മല മേനോന്റെ 2.5 പവന്റെ താലിമാലയാണ് കവർന്നത്. പുലർച്ചെ 4:15 വടക്കേ നടയിലെ ഗേറ്റിന് സമീപമാണ് സംഭവം. ക്ഷേത്രത്തിലേക്ക് തനിച്ച് നടന്നു പോകുകയായിരുന്ന നിർമ്മല മേനോന് പുറകിലെത്തിയ മോഷ്ടാവ് മാല പൊട്ടിച്ചോടുകയായിരുന്നു. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടി പോലീസിന് കൈമാറി. മാല ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ടെമ്പിൾ പോലീസ് SHO G അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. എടത്തിരുത്തിയിൽ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. എടത്തിരുത്തി കമ്മായി റോഡിൽ തണ്ടാശ്ശേരി ശ്രീജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശ്രീജിത്തിന്റെ അമ്മയുടെ 5 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വീട് പൂട്ടി വീട്ടുകാർ പുറത്തേക്ക് പോയിരുന്നു. വീട്ടിൽ തിരിച്ച് വന്ന ശേഷം അലമാര തുറന്നു നോക്കിയപ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. കഴിഞ്ഞ വർഷവും ഇവരുടെ വീട്ടിൽ നിന്ന് 2 പവന്റെ മാല നഷ്ടപ്പെട്ടിരുന്നു. വീട്ടുകാർ കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. ശബ്ദവർണ്ണ ഘോഷങ്ങളോടെ വിഷുവിനെ ആവേശത്തിലാഴ്ത്താൻ പടക്ക വിപണി സജീവമായി. ശബ്ദത്തിലും വർണ്ണത്തിലും വ്യത്യസ്തമാർന്ന പുത്തൻ ഇനങ്ങൾ ഇത്തവണയും വിപണിയുടെ ആകർഷണമാണ്. പരമ്പരാഗത ഇനങ്ങളായ കടലാസ് പടക്കം, കമ്പിത്തിരി, മേശപ്പൂവ്, തലച്ചക്രം, ലാത്തിരി, ഗുണ്ട് തുടങ്ങിയവയേക്കാൾ വർണ്ണവിസ്മയം ചൊരിയുന്ന ചൈനീസ് മോഡൽ ഇനങ്ങളാണ് ഇത്തവണയും താരങ്ങൾ. 90 രൂപ വിലയുള്ള മേശപ്പൂവിനമായ വണ്ടർല പോട്ട്, മയിൽപീലി വിടർത്തുന്നത് പോലെ വിരിഞ്ഞ് പ്രഭ ചൊരിയുന്ന 200 രൂപ വിലയുള്ള പീക്കോക്ക്, 3 നിറത്തിൽ പ്രഭ ചൊരിയുന്ന ട്രൈ കളർ ഫ്ലവർ ഷട്ടിൽ, പിരിപിരി ശബ്ദത്തിൽ കത്തുന്ന 80 രൂപ വിലയുള്ള ചങ്കു മങ്കു, 3/4 മീറ്റർ നീളമുള്ള 250 രൂപ വിലയുള്ള കമ്പിത്തിരി, കോക്ലിംഗ് കമ്പിത്തിരി, ഉയരത്തിലേക്ക് അതിശീഘ്രം പായുന്ന റോക്കറ്റ്, കറങ്ങി ഉയർന്ന് പൊട്ടുന്ന ഡ്രോൺ, അമിട്ടിനമായ ഫ്ലൈ ഷോൺ, സ്കൈ ഷോട്ട്സ്, ഫ്ലൈയിങ് സോസർ, ചക്രം പോലെ കറങ്ങിക്കത്തുന്ന ബ്ലേസ് തുടങ്ങിയവയ്ക്കാണ് ഡിമാൻഡ് ഏറെയുള്ളത്. 30 രൂപ മുതൽ 1000 രൂപ വരെ വിലയുള്ള കടലാസ് മാലപ്പടക്കം, 45 രൂപ മുതലുള്ള കിറ്റ്കാറ്റ് തുടങ്ങിയവയും ജനപ്രിയ ഇനങ്ങളാണ്. പടക്കങ്ങളും അതുപോലെ സ്കൈ ഷോട്ട്സ് പോലെ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. സ്റ്റാർ ഡോം 10 മുതൽ 20% വരെ വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസിനും. ഓൺലൈൻ വിപണിയിൽ പാടില്ലാത്തതാണ്. ലൈസൻസ് ഹോൾഡേഴ്സിനാണ് തീർച്ചയായിട്ടും ഈ ഇത്തരം ബിസിനസ്സുകൾ ചെയ്യാൻ പാടുള്ളൂ. വിലയിൽ മുൻവർഷത്തേക്കാൾ 20% വർധനവുണ്ട്. അത് വിപണിയെ ബാധിച്ചിട്ടില്ലെങ്കിലും ശിവകാശിയിൽ നിന്നും മറ്റും ഓൺലൈനിൽ ആവശ്യക്കാർക്ക് പടക്ക ഇനങ്ങൾ നേരിട്ടെത്തുന്നത് പ്രതിസന്ധിയാകുന്നുണ്ടെന്നാണ് പടക്ക വ്യാപാരികൾ പറയുന്നത്. അതിനു പുറമെ മലിനീകരണവും അപകട സാധ്യതകളും മൂലമുള്ള നിയന്ത്രണങ്ങൾ തളർത്തിയിരിക്കുന്ന വിപണിക്ക് വിഷു ആഘോഷം പ്രതീക്ഷയുടെ കാലമാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വേലൂർ കുറുമാലിൽ സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെയും ആസ്ഥാന മന്ദിരത്തിന്റെയും ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിന് സമീപം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കേന്ദ്രം തുറന്നത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ഡോക്ടർ ജോർജ് P. എബ്രഹാം, ഡോക്ടർ മാത്യു ജേക്കബ്, ഡോക്ടർ അബി എബ്രഹാം, ഡോക്ടർ ആൻഡ്രൂ C. ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മകൾ തെരേസയുടെ ഓർമ്മയ്ക്കായി ഡയാലിസിസ് സെന്ററിനായി കിഡ്നി ഫെഡറേഷന് കുറുമാലിൽ സൗജന്യമായ സ്ഥലം വിട്ടു നൽകിയ അമേരിക്കൻ മലയാളി ഷൈജു ആന്റണി ലോനപ്പൻ, ഡയാലിസിസ് സെന്റർ സ്പോൺസർ ചെയ്ത ദമ്പതിമാരായ ജോണി, ഫ്ലവർ ജോണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ വേലൂർ പഞ്ചായത്തിൽ അർഹരായ 200 രോഗികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരത്തിൽ നടന്ന മാർച്ച് LDF ചാലക്കുടി മണ്ഡലം സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. LDYF മണ്ഡലം ചെയർമാൻ AS ശ്യാം അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി P.
വിവേക് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KB ഷബീർ, AIYF മണ്ഡലം സെക്രട്ടറി MT പ്രവീൺ എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ 148 മധ്യസ്ഥ തിരുനാളിന്റെ കൊടിയേറ്റത്തിനുള്ള കൊടി തയ്യാറാക്കി. പാവറട്ടി ഇടവക അംഗവും കലാകാരനുമായ CJ മനോജ് രൂപകൽപ്പന ചെയ്ത കൊടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഏറ്റുവാങ്ങി. വിശുദ്ധ യൗസേ പിതാവിന്റെ ചിത്രം ലില്ലിപ്പൂക്കളം മുദ്രണം ചെയ്ത ശുഭ്ര പതാകയിൽ വിശുദ്ധ യൗസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ VJ ജോസി, ആന്റോ വർഗീസ്, ബാബു ജോർജ്, പബ്ലിസിറ്റി കൺവീനർ ഷാജൻ ജോസ് എന്നിവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ അജിത് കൊള്ളന്നൂർ, ഫാദർ സജിൽ കണ്ണനായിക്കൽ, കൺവീനർ എക്സ്മൻ തോമസ്, ട്രസ്റ്റി VJ ജോസി എന്നിവർ സംസാരിച്ചു. താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു പൂരം വരുന്നു. നഗരങ്ങളിലും നാട്ടിടവഴികളിലും എല്ലാവർക്കും പറയാനുള്ളത് പൂരത്തെക്കുറിച്ചാണ്. ഒപ്പം പ്രേക്ഷകർക്കായി TCVയും പങ്കുചേരുന്നു പൂരവിശേഷങ്ങളും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഈ മാസം 19 ഉച്ചയ്ക്ക് 2 മുതൽ 20 ഉച്ചയ്ക്ക് 2 വരെ തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും അടച്ചിടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കാർളം കിഴുത്താണിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. UDF നേതാക്കളായ തോമസ് ഉണ്ണിയാടൻ, MP ജാക്സൺ, MS അനിൽകുമാർ, സോണിയാഗിരി, റിയാസുദ്ദീൻ, KK ശോഭനൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പഴഞ്ഞാരുവായ് ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. മഹാഗണപതി ഹോമം, ദേവിക്ക് കളഭമാടൽ, പ്രസാദ ഊട്ട് എന്നിവയുണ്ടാകും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയോടെ പ്രതിഷ്ഠാദിനാഘോഷങ്ങൾക്ക് സമാപനമാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. കൊടുങ്ങല്ലൂർ കുന്നുംപുറം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മരസേന പ്രവർത്തകർ വൃക്ഷത്തൈകൾ നട്ടു. പ്രമുഖ ബാലസാഹിത്യകാരൻ ജയരാജ് മിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മരസേന പ്രവർത്തകരായ സുമയ്യ, ആസാദ് എന്നിവർക്കൊപ്പം ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി പ്രകാശൻ, പ്രസിഡന്റ് സുരേന്ദ്രൻ, ട്രഷറർ മനീഷ്, ജോയിന്റ് സെക്രട്ടറി ജിസോ തുടങ്ങിയവർ പങ്കെടുത്തു. പൂപ്പത്തി ഗ്രാമം നെഞ്ചിലേറ്റുന്ന കലാകായിക മേളയായ സോയു സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് കട്ടപ്പാടം പുൽ മൈതാനമാക്കി. കൊയ്ത്തു കഴിഞ്ഞ പാടം 2 മാസത്തെ പരിശ്രമത്തിലൂടെയാണ് പുൽ മൈതാനമാക്കി ഒരുക്കുന്നത്.
സ്ത്രീകളടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന കൂട്ടായ്മയുടെ ഹൃദയത്തുടിപ്പാണ് ഇവിടെ കാൽപന്ത് കളിയുടെ ആവേശം. പ്രളയശേഷം ഒരിടവേള കഴിഞ്ഞാണ് വിഷുദിനത്തിൽ പൂപ്പത്തിയിൽ കാൽപന്ത് കളിയുടെ ആവേശവും ആരവവും ഉയരുക. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഇവിടെ എത്താറുള്ളത്. എല്ലാ ദിവസവും ഫുട്ബോൾ മത്സരത്തിന് മുൻപ് 1 മണിക്കൂറോളം വിവിധ കലാപരിപാടികൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. പ്രളയത്തിന് ശേഷം സ്ത്രീകളടക്കം ആവശ്യപ്പെട്ടാണ് വീണ്ടും മൈതാനമൊരുക്കി സോക്കർ ഫെസ്റ്റ് നടത്തുന്നത്. ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടെയാണ് ഉന്നത നിലവാരത്തിലുള്ള മൈതാനമാക്കുന്നത്. സ്വന്തമായി മൈതാനമില്ലാത്ത പൊയ്യ പഞ്ചായത്തിൽ 100 കണക്കിന് പേരുടെ ശ്രമത്തിലാണ് പുൽമൈതാനം ഒരുക്കിയിട്ടുള്ളത്. കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റിയാണ് നമ്മുടെ പൂപ്പത്തി സോളിസ്റ്റാർ സോക്കർ പ്രസിഡന്റ്. ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മയാണ് ഈ കമ്മിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. 3 മാസത്തോളമായി ആ ഗ്രൗണ്ട് ശരിയാക്കുന്ന തിരക്കിലാണ് അതിൻ്റെ സംഘാടകരുള്ളത്. മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രാതിനിധ്യമുള്ളതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലുള്ള സ്റ്റേഡിയമാക്കി മാറ്റി കളി നടത്തുന്നതും പൂപ്പത്തി സോക്കർ ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പകൽ സമയത്ത് സോയൂസ് സ്റ്റാർ സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്ന അതേ പാടത്ത് തന്നെയാണ് പുൽമൈതാനമൊരുക്കി കളിയുടെ ആവേശം മറ്റൊരു രീതിയിലേക്ക് മാറ്റിയത്. പൂപ്പത്തിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം മറന്ന് ഒന്നാകുന്ന ഒരേയൊരു വേദിയും സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റാണ്. ആ കൂട്ടായ്മ ഒരിക്കൽ കൂടി ഉറപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പൂപ്പത്തി ഗ്രാമം വീണ്ടും കാൽപന്ത് കളിയുടെ ആരവവും ആവേശവും ഉയർത്താൻ കൈകോർക്കുന്നത്. TCV മാള. UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുണ്ടത്തിക്കോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അത്താണിയിൽ ഗൃഹസന്ദർശനം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ രമണി പ്രേമദാസൻ, നിജി ബാബു, മണ്ഡലം പ്രസിഡന്റ് പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി നിർവഹിച്ചു. ക്ഷേത്ര സമിതി അംഗങ്ങളായ M. രാമചന്ദ്രൻ, A. മണികണ്ഠൻ, TN ബാലൻ, പ്രവീൺ അഞ്ചേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ ED വീണ്ടും ചോദ്യം ചെയ്യുന്നു. 3ാം തവണയാണ് PK ബിജുവിനെ ED ചോദ്യം ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ചരിത്രം സൃഷ്ടിക്കുമെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന തനിക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടക്കട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ. അണുബാധയെ തുടർന്ന് യുവതി മരിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കെതിരെ വ്യാപക പരാതി. പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ തുടരുമ്പോഴും ആശുപത്രി അധികൃതർക്ക് നിസ്സംഗത. പുതുക്കാട് പാഴായി പാലക്കാട് പാലത്തിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പെരിഞ്ചേരി സ്വദേശി അകത്തേപ്പറമ്പിൽ വിഷ്ണുവാണ് മരിച്ചത്. ദേശീയപാത നടത്തറയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് പരിക്ക്. പാമ്പാടിയിലെ മദ്യനിർമ്മാണശാല അടച്ചുപൂട്ടി. കഴിഞ്ഞ മാസം 22-നാണ് പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിൽ ലേ ഓഫ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 80 രൂപ വർദ്ധിച്ച് 52,960 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,620 രൂപയാണ് ഇന്നത്തെ വില. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.